ഇനി വിളവെടുപ്പ് പൂർത്തിയാക്കി 4 മാസം പിന്നിട്ടിട്ടും നെല്ലിന്റെ വില ലഭിക്കാതെ കർഷകർ. PRS വായ്പയായി കൺസോർഷ്യത്തിൽ ഉൾപ്പെട്ട ബാങ്കുകളിൽ നിന്നും ലഭിക്കാനുള്ളത് 700 കോടിയിലധികം രൂപയാണ്. ജൂണിൽ ആരംഭിക്കേണ്ട രണ്ടാം കൃഷി സാമ്പത്തിക ബാധ്യത കാരണം മുടങ്ങുന്നതിൽ പ്രതിഷേധവുമായി കുട്ടനാട്ടിലെ നെൽ കർഷകർ രംഗത്ത് വന്നിട്ടുണ്ട്. രണ്ട് ലക്ഷത്തിലധികം കർഷകരിൽ നിന്നായി 5.78 മെട്രിക് ടൺ നെല്ലാണ് സപ്ലൈകോ വഴി സംഭരിച്ചത്. കിഴിവിന്റെ പേരിൽ മില്ലുടമകളുമായി നിരവധി തവണ നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് കുട്ടനാട്ടിൽ നെല്ല് സംഭരണം പോലും നടന്നത്. പലയിടത്തും പതിവിൽ നിന്ന് വ്യത്യസ്തമായി 8 മുതൽ 10 കിലോ വരെ ക്വിന്റലിന് നെല്ല് കിഴിവായും കർഷകർക്ക് നൽകേണ്ടി വന്നു. സംഭരണം പൂർത്തിയാക്കിയ നെല്ലിന്റെ വിലയായി 1635 കോടി കണക്കാക്കുകയും ചെയ്തു. എന്നിട്ടും മുഴുവൻ തുകയും കർഷകരിലേക്ക് എത്തിയിട്ടില്ലെന്നാണ് പരാതി. 734 കോടി രൂപ കർഷകർക്ക് ഈ പ്രാവശ്യത്തെ കൊയ്ത്തിൻ്റെ ബാക്കി തുക കൊടുക്കാനുണ്ട്. ഏതാണ്ട് 27,875 പേർക്ക് അതിൻ്റെ ഉപഭോക്താക്കളായിട്ടുണ്ട്. ഇത്രയും സംഭവം ഉണ്ടായിട്ട് ഇത്രയും പേരെ ബുദ്ധിമുട്ടിച്ച് ജീവനില്ലാതാക്കുക, അവരെ ജീവൻ അപഹരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ വളരെ വിഷമമുള്ള കാര്യമാണ്. ഇതോടെയാണ് കുട്ടനാട്ടിലെ പാഡി ഓഫീസിലേക്ക് നെൽ കർഷക സംഭരണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി കർഷകർ എത്തിയത്. എന്നാൽ തുക ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു വരികയാണെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. നമുക്ക് നിർദ്ദേശം തന്നിരിക്കുന്നത് 25/4 വരെ ഉള്ളത് ഹെഡ് ഓഫീസിൽ നിന്നാണ് ചെയ്യുന്നത്. 25/4 വരെ PMO വെരിഫൈ ചെയ്ത PRSകൾക്കാണ് ഇതിപ്പോൾ പേയ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതൊരു കാനറ ബാങ്ക് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. SBIയുടെ ഫണ്ടിന്റെ ലിമിറ്റ് കഴിഞ്ഞുകൊണ്ട് അവർ പഴയ ലോണുകൾ ക്ലോസ് ചെയ്താലേ കൊടുക്കത്തുള്ളൂ. അതിന്റെ ക്ലോസിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രോസസ്സ്. കുട്ടനാട്ടിൽ പുഞ്ചകൃഷിക്ക് ശേഷം രണ്ടാം കൃഷി ഇറക്കേണ്ട സമയമാണ് ഇപ്പോൾ. കാലവർഷം നേരത്തെ എത്തിയതും കൃഷി വൈകാൻ കാരണമായി. അടിയന്തരമായി പണം ലഭിച്ചില്ലെങ്കിൽ ഈ സീസണിലെ കൃഷി ഉപേക്ഷിക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ് കർഷകർ. ന്യൂസ് മലയാളം, ആലപ്പുഴ.